എല്ലാവർക്കും അറിയാം മഹാദേവനെ കുറിച്ചിട്ട്. എല്ലാവർക്കും ആ ദക്ഷ പ്രജാപതിയുടെ കാര്യങ്ങൾ അറിയില്ലേ? ദക്ഷ പ്രജാപതി ഒരു വലിയൊരു യജ്ഞം നടത്തി അല്ലെ? ആ യജ്ഞത്തില് ആര് വന്നു? സതീദേവി വന്നു. സതീദേവി ക്ഷണിച്ചിരുന്നോ? ഇല്ല അല്ലെ? എല്ലാവരെയും ക്ഷണിച്ചു, പക്ഷെ ആരും ക്ഷണിച്ചില്ല? സതീദേവിയും മഹാദേവനെയും ക്ഷണിച്ചില്ല. പക്ഷെ ആ യജ്ഞത്തിലേക്ക് സതീദേവി തന്റെ പതിയുടെ മനസ്സറിഞ്ഞിട്ട് ആ യജ്ഞത്തിലേക്ക്, തന്റെ ഭവനത്തിലേക്ക് വന്നു, യജ്ഞശാലയിലേക്ക് വന്നു. ആ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അല്ലെ? എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ തന്റെ പ്രാണനാഥനായിരിക്കുന്ന ആരുണ്ടായിരുന്നില്ല? മഹാദേവനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സംഭവം? എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ കാരണം? എന്തുകൊണ്ട് മഹാദേവനെ ക്ഷണിച്ചില്ല? ആ യജ്ഞശാലയിലേക്ക് ദക്ഷപ്രജാപതി കയറി വരുന്നതിന് മുന്നേ ചെയ്തിരിക്കുന്ന യജ്ഞശാലയിലേക്ക് ദക്ഷപ്രജാപതി കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു.